ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇത്തവണ ഒരു ചിലവുമില്ലാതെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹാങ്ങിങ് ലൈറ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി ഞാനിവിടെ 2 പേപ്പർ കപ്പുകളാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണത്തിന്റെ ചൂട് ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചങ്ങ് ഗ്ലൂ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. ഇതിന്റെ സെൻട്രൽ പോർഷനിൽ ഒരു ഹോൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ കപ്പിന്റെ ചൂട് ഭാഗത്തെ ചുറ്റളവ് ഒന്ന് അറിയണം. ഇതിനായി ഞാനൊരു പേപ്പർ സ്ട്രിപ്പ് ചുറ്റി അങ്ങ് അളവെടുക്കുകയാണ്. ചുറ്റളവ് എന്ന് പറയുന്നത് ഇത്രയും നീളമാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സ്കെയിലെടുത്തൊന്ന് അളവറിയാം. ഇതിപ്പോൾ 17 സെന്റിമീറ്റർ നീളമുണ്ട്. ഇനി ഈ 17 സെന്റിമീറ്റർ ചുറ്റളവിനെ 10 ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി 1.7 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് വെച്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കണം. ഞാൻ അങ്ങനെ ഇത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പിന്റെയും ചൂട് ഭാഗങ്ങളിൽ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഈ സ്റ്റിക്കർ ഷീറ്റിന് ബാക്കിൽ വരുന്ന ഒരു പേപ്പറാണ്. ഇതിന്റെ ഒരു സൈഡ് ഗ്ലോസിയാണ്. അത്യാവശ്യം നല്ല കട്ടിയുമുള്ള ഒരു പേപ്പറാണ്. പെട്ടെന്നൊന്നും കീറി പോകത്തില്ല. അപ്പോൾ നമുക്കിതിൽ നിന്നും 3.5 സെന്റിമീറ്റർ വീതിയിലും ഈ പേപ്പർ കപ്പുകൾ ചേർത്തൊട്ടിച്ചതിന്റെ ഇരട്ടി നീളത്തിലും കുറെ സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 10 പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കപ്പുകളിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാർക്ക് ചെയ്ത ഇരുവശങ്ങളിലെയും 10 ഭാഗങ്ങളിലും ടേപ്പ് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ എല്ലായിടും ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു ടേപ്പിന്റെ സ്റ്റിക്കർ ഇളക്കി മാറ്റി അവിടേക്ക് ഈ പേപ്പർ സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കണം. ഇതിന്റെ മറ്റേ സൈഡ് ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് ഇതിന് നേരെയുള്ള ഭാഗത്ത് തന്നെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി ഇതിന് തൊട്ട് മുകളിലായി വരുന്ന ഭാഗത്ത് ഒരു പേപ്പർ സ്ട്രിപ്പ് അങ്ങ് ഒട്ടിക്കുക. ഇനി ഇത് വളച്ചുകൊണ്ടുവന്ന് ഇതിനടിയിലായിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഇനി അടുത്തതും അതേപോലെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. രണ്ടാമത്തെ എൻഡ് ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ആ ലെവലിലുള്ള ടേപ്പ് തന്നെയാണ് ഒട്ടിക്കുന്നതെന്ന് നോക്കി തന്നെ ചെയ്യണം. ഇതേപോലെ തന്നെ ബാക്കി എല്ലായിടവും ഒട്ടിച്ചെടുക്കണം. അങ്ങനെ എല്ലായിടും ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ ചെറിയ ഹോൾ ഇട്ട ഭാഗത്തുകൂടി ഒരു കേബിൾ കടത്തി ഉള്ളിൽ ചെറിയൊരു ബൾബും കൂടെ സെറ്റ് ചെയ്ത് തൂക്കിയിട്ടാൽ മതിയാവും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ ചിലവൊന്നുമില്ലാതെ ഒരു അടിപൊളി ഫാൻസി ലൈറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ത്രെഡ് ഉപയോഗിച്ച് ഒരു ഫാൻസി ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണാൻ ശ്രമിക്കണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.